ശ്രീഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം നവമ സർഗഃ. അന്തഃപുര ദർശനം. തസ്യാലയവരിഷ്ടസ്യ മധ്യേ വിപുലമായതം ദദർശ ഭവനശ്രേഷ്ഠം ഹനുമാൻ മാരുതാത്മജ. അർദ്ധയോജന വിസ്തീർണം ആയതം യോജനം ഹി തത് ഭവനം രാക്ഷസേന്ദ്രസ്യ ബഹുപ്രാസാദസങ്കുലം. വായുപുത്രനായ ഹനുമാൻ വിശിഷ്ട ഭവനമായ പുഷ്പകത്തിൻ്റെ നടുവിൽ നല്ല നീളവും വീതിയുമുള്ള ഒരു ശ്രേഷ്ഠ ഭവനം കണ്ടു. അരയോജന വീതിയും ഒരു യോജന നീളവുമുള്ള അനേകം മേടകളോടുകൂടിയ അത് തന്നെയാണ് രാക്ഷസ രാജാവിൻ്റെ വാസസ്ഥാനം എന്ന് ഹനുമാൻ മനസ്സിലാക്കി. മാർഗമാണസ്തു വൈദേവീം സീതാമായതലോചനാം സർവത പരിചക്രാമ ഹനുമാൻ ഹരിസൂദന. നീലക്കണ്ണാളും വിദേഹപുത്രിയുമായ സീതയെ തിരഞ്ഞുകൊണ്ടു തന്നെ പരാന്തകനായ ഹനുമാൻ അവിടമെങ്ങും ചുറ്റി നടന്നു. ഉത്തമം രാക്ഷസാവാസം ഹനുമാൻ അവലോകയൻ ആസസാദാത ലക്ഷ്മീവാൻ രാക്ഷസേന്ദ്ര നിവേശനം. ഹനുമാൻ രാക്ഷസവസതികൾ ഒന്നൊന്നായി നോക്കിയ ശേഷം രാവണഭവനത്തിൽ എത്തിച്ചേർന്നു. ചതുർവിഷാണേർധിരതേ ശ്രീവിഷാണേസ്തദൈവജ പരിക്ഷിപ്തമസംവാദം ഹൃഷ്യമാണമുദായുധേ. രാക്ഷസീഭിശ്ച പത്നീഭിരാവണസ്യ നിവേശനം ആഹൃതാഭിശ്ച വിക്രമ്യ രാജകന്യാഭിരാവൃതം. വിശാലമായ രാവണഗ്രഹം, ആയുധപാണികളായ രാക്ഷസ വീരന്മാർ, നാൽക്കൊമ്പനാനകൾ, മുക്കൊമ്പനാനകൾ എന്നിവരാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല പത്നിമാരായ രാക്ഷസികൾ, ബലാത്കാരമായി അപഹരിച്ചു കൊണ്ടുവന്ന രാജകന്യകുമാർ എന്നിവരും അവിടെ നിറയെ ഉണ്ടായിരുന്നു. തന്നക്രമകരാകീർണം തിമിംഗലജഷാകുലം വായുവേഗസമാദൂതം പന്നഗേരിവസാഗരം. മുതല, മകരമത്സ്യം, തിമിംഗലം, പാമ്പുകൾ എന്നിവ നിറഞ്ഞതും കൊടുങ്കാറ്റേറ്റ് ഇളകി മറിഞ്ഞും ഇരിക്കുന്ന സമുദ്രം പോലെ ഉഗ്ര തേജസ്വികളായ രാക്ഷസന്മാർ ഉള്ളതായിരുന്നു ആ രാവണ ഭവനം. യാഹി വൈഷ്ണവേണ ലക്ഷ്മീർയാചേന്ദ്രേ ഹരിവാഹനെ സ രാവണഗൃഹേ സർവ നിത്യമേവാനവായിനി. കുബേരൻ, ഇന്ദ്രൻ, സൂര്യൻ എന്നിവർക്കുള്ള സർവ്വസമ്പത്തും രാവണ രാജധാനിയിൽ സ്ഥിരമായി തന്നെ അധിവസിച്ചിരുന്നു. രാവണഗ്രഹത്തിൽ സമ്പദ്ദേവതയായ ലക്ഷ്മി ദേവി സ്ഥിരവാസം ഉറപ്പിച്ചിരുന്നു. സൂര്യൻ്റെ ഐശ്വര്യം പ്രകാശമാണ്, അത് രാത്രി സൂര്യന് നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരവസ്ഥ രാവണന് ഇല്ല എന്ന ആശയം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് എന്ന് പറയാറുണ്ട്. രാവണന് അങ്ങനെയല്ല എന്ന് കാണിച്ചിരിക്കുകയാണ്. രാജരാജ്ഞാ കുബേരസ്യ യമസ്യ വരുണസ്യ ജ താദൃശീ തദ്വിശിഷ്ടാവ ഹൃദി രക്ഷോ ഗൃഹേഷിഹ. ഇന്ദ്രൻ, കുബേരൻ, യമൻ, വരുണൻ എന്നിവരുടെ അധീനത്തിലുള്ളത്ര സമ്പത്ത് അല്ലെങ്കിൽ അവയേക്കാൾ എല്ലാം കൂടുതൽ രാക്ഷസ രാജാവിൻ്റെ ഗ്രഹങ്ങളിൽ ഉണ്ടായിരുന്നുവെന്ന് പറയാം. തസ്യ ഹർമ്യസ്യ മധ്യസ്ഥം ഭീഷ്മാചാര്യസ്തു നിർമ്മിതം ബഹുനിർയൂഹ സങ്കീർണം ദദർശ ഭവനാത്മജ. ആ ഭവനത്തിൻ്റെ മധ്യത്തിലുള്ള നിറയെ ചിത്രപ്പണികളോടുകൂടി മനോഹരമായി നിർമ്മിച്ച മറ്റൊരു മാളികയും ഹനുമാൻ കണ്ടു. ബ്രഹ്മണോർത്തേ കൃതം ദിവ്യം ദിവിയത് വിശ്വകർമ്മണ വിമാനം പുഷ്പകം നാമ കാമകം കാമദീപനം ത്രിലോകജനസേവ്യം തത്സർവരത്ന വിഭൂഷിതം വരേണ തപസാലേഭേ യത്കുബേരാപിതാമഹാത് കുബേരമോജസാജിത്വാ ലേഭേ തദ്രാക്ഷസേശ്വരഃ. ദേവലോകത്തിലുള്ളതും ബ്രഹ്മാവിനു വേണ്ടി വിശ്വകർമാവ് ഭംഗിയായി നിർമ്മിച്ചതുമായ പുഷ്പകവിമാനം കാമസംവർദ്ധകവും കാമാനുസാരം സഞ്ചരിക്കുന്നതുമാണ്. രത്നാലങ്കൃതവും സർവരാലും ആരാധ്യവുമായ അതിനെ കുബേരൻ കഠിന തപസ്സിലൂടെ ബ്രഹ്മാവിൽ നിന്ന് സ്വായത്തമാക്കി. കയ്യൂക്കുകൊണ്ട് കുബേരനെ ജയിച്ച ശേഷം രാവണൻ അതിനെ സ്വന്തമാക്കി. ഇഹാമൃഗസമായുക്തേ കാർത്തസ്വര വിഭൂഷിതൈഃ സുഹൃദേ രാജിതം സ്തംഭേ പ്രദീപ്തം ഇവ ജശ്രിയ. മാനിൻ്റെ ചിത്രത്തോടു കൂടിയതും സ്വർണത്താൽ അലങ്കരിക്കപ്പെട്ടതും ആയ സ്തംഭങ്ങളുടെ ശോഭയാൽ വെട്ടിത്തിളങ്ങുമാറ് നിർമ്മിതമായിരുന്നു ആ വിമാനം. മേരുമന്തര സംഘാശേരുല്ലീഗദ്ബിരിവാംബരം കൂടാകാരേ ശുഭാകാരേ സർവതഃ സമലം കൃതം.
അമ്പരചുംബികളും മഹാമേരു മന്ദരം എന്നിവയ്ക്ക് സമാനങ്ങളുമായ ഗോപുരങ്ങളാൽ നാലുപാടും അലങ്കൃതമായിരുന്നു അത്. ജ്വലനാർക്ക പ്രതീകാശം സുഹൃതം വിശ്വകർമ്മണ ഹേമസോപാന സംയുക്തം ചാരുപ്രവരവേദികം. സ്വർണപ്പടികൾ, മനോഹരങ്ങളായ മേടകൾ, അഗ്നിക്കും സൂര്യനും തുല്യമായ പ്രകാശം എന്നിവ അതിൻ്റെ സവിശേഷതകളായി വിശ്വകർമാവ് കൽപ്പിച്ചിരുന്നു. ജാലവാതായനേർയുക്തം കാഞ്ചനേ സ്ഫാടികേരവി ഇന്ദ്രനീല മഹാനീല മണിപ്രവരവേദികം. സ്വർണം, സ്ഫടികം എന്നിവ കൊണ്ടുണ്ടാക്കിയ ജനലുകൾ, ഇന്ദ്രനീലം, മഹാനീലം എന്നിവ പടുത്ത മണിമുറ്റങ്ങൾ തുടങ്ങിയവ അതിൻ്റെ കാന്തി വർദ്ധിപ്പിച്ചു. വിദ്രുമേണ വിചിത്രേണ മണിഭിശ്ച മഹാധനേഹി നിസ്തുലാഭിശ്ച മുക്താഭി സ്ഥലേനാഭിവിരാജിതം. പലതരം ചിത്രവേലകൾ ചെയ്ത ഭംഗിയുള്ള തളങ്ങളാകട്ടെ പവിഴം, മുത്ത്, വിലപ്പെട്ട മറ്റ് രത്നങ്ങൾ എന്നിവ പതിച്ചതായിരുന്നു. ചന്ദനേന ജരക്തേന തപനീയനിബേനജ സുപുണ്യഗന്ധിനായുക്തം തരുണാദിത്യസന്നിഭം. ബാലസൂര്യന്റെ കാന്തി ചിന്തുന്ന ആ തളത്തിൽ പൊൻപ്രഭയുള്ള കുങ്കുമപ്പൂക്കൾ വിതറിയിരുന്നു. ചന്ദനത്തിന്റെ നറുമണം വ്യാപിച്ചിരുന്നു. കൂടാകാരേർ വരാകാരേർ വിവിധേ സമലം കൃതം വിമാനം പുഷ്പകം ദിവ്യം ആരുരോഹ മഹാകവിഹേ. ഭംഗിയുള്ള പലതരത്തിലുള്ള വരാന്തകളാൽ അലങ്കൃതവും ദിവ്യവുമായ ആ പുഷ്പവിമാനത്തിൽ ഹനുമാൻ കയറി. തത്രസ്താസതദാഗന്ധം പാനഭക്ഷ്യാന്ന സംഭവം ദിവ്യം സമ്മൂർച്ഛിതം ജീഗ്രത് രൂപബന്ധമിവാനിലം. അപ്പോൾ ഭക്ഷണപാനീയങ്ങളിൽ നിന്നുയർന്ന് അവിടമെങ്ങും വ്യാപിച്ച ദിവ്യമായ വാസന ഹനുമാൻ ഉൾക്കൊണ്ടു. അത് രൂപമെടുത്ത വായുവാണോ എന്ന് തോന്നുകയും ചെയ്തു. സഗന്ധസ്ഥം മഹാസത്വം ബന്ധുർബന്ധുമിവോത്തമം ഇതേഹീറ്റുവാചേവ തത്ര യത്ര സരാവണ. ഒരാൾ തൻ്റെ ഉറ്റബന്ധുവിനെ ക്ഷണിക്കും പോലെ ആ സുഗന്ധം ബലവാനായ ഹനുമാനെ ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് രാവണ സമീപത്തേക്ക് ആനയിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. തതസ്താം പ്രാസ്ഥിതശാലാം ദദർശ മഹതീം ശുഭാം രാവണസ്യ മനഃകാന്താം കാന്താമിവ വരസ്ത്രിയം മണിസോപാന വികൃതാം ഹേമജാല വിരാജിതാം സ്ഫാടികേരാവൃതതലാം ദന്താന്തരിതരൂപികാം മുക്താഭിശ്ച പ്രവാളൈശ്ചാരൂപ്യജാമീകരൈരവി വിഭൂഷിതാം മണിസ്തംഭേ സുബുഃസ്തംഭഭൂഷിതാം സമേ ഋജുവിരുത് അത്യുച്ഛേ സമന്താസു വിഭൂഷിതേ സ്തംഭേ പക്ഷേരിവാദുച്ഛേ ദിവം സംപ്രസ്ഥിതാമിവ മഹത്യാ ഉദയാസ്തീർണാം പൃഥിവീലക്ഷണാംഗയാ പൃഥിവീം ഇവ വിസ്തീർണാം സരാഷ്ട്രഗ്രഹമാലിനീം നാദിതാം മത്തഭിഹഗേ ദിവ്യഗന്ധാദിവാസിതാം പരാഢ്യാസ്തരണോപേതാം രക്ഷോദീജ നിഷേവിതാം ധ്രുമാഗരു ധൂപേന വിമലാം ഹംസപാണ്ഡുരാം ചിത്രാം പുഷ്പോപഹാരേണ കന്മാഷീമിവ സുപ്രഭാം മനഃസംഹ്ലാദജനനീം വർണ്ണസ്യാപി പ്രസാദിനീം താം ശോകനാശിനീം ദിവ്യാം ശ്രിയസഞ്ജനനീമിവ. സുന്ദരിയായ കുലശ്രീയെപ്പോലെ ശുഭകാരിണിയും അലങ്കൃതയും ശോകനാശിനിയും യശസ്വിനിയുമായ മഹത്തായ മണ്ഡപത്തെ ഹനുമാൻ അവിടെ ഇരുന്ന് കണ്ടു. രത്നമയങ്ങളായ പടികൾ, സ്വർണമയങ്ങളായ ജാലകങ്ങൾ, അവിടെവിടെ ദന്തവേലകൾ ചെയ്തതും സ്ഫടികം പാകിയതുമായ നിലങ്ങൾ, സ്വർണം, വെള്ളി, മുത്ത്, പവിഴം ഇവയാൽ നിർമ്മിച്ച ഉയർന്ന മണിത്തൂണുകൾ, അലങ്കൃതങ്ങളായ മറ്റു പലതരം തൂണുകൾ എന്നിവ ആ മണ്ഡപത്തെ കൂടുതൽ ആകർഷകം ആക്കിയിരുന്നു. ചൊവ്വും ചേലുമുള്ള അലങ്കൃതങ്ങളായ ഉയർന്ന തൂണുകൾ കണ്ടാൽ സ്തംഭപക്ഷങ്ങളാൽ അവ ആകാശത്തെ തൊടാൻ ശ്രമിക്കുന്നുവോ എന്ന് തോന്നും. ആകാശത്തിലേക്ക് പറന്നുയരുവാൻ ഒരുങ്ങി നിൽക്കുന്നുവോ എന്ന് തോന്നും. ഔന്നത്യം സൂചിതം. ഭംഗിയുള്ള ഭൂവിഭാവങ്ങൾ, രാജ്യഗ്രഹങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ എന്നിവയുടെ ചിത്രങ്ങൾ വരച്ച ഭൂമിയെപ്പോലെ വിശാലമായ രത്നകമ്പളം കൊണ്ട് ആ മണ്ഡപം മൂടിയിരുന്നു. പക്ഷികളുടെ കളകൂജനങ്ങൾ, ദിവ്യമായ സുഗന്ധം എന്നിവ ചേർന്നതും രാക്ഷസരാജ്യാവ് എഴുന്നള്ളിയിരിക്കുന്ന സവിശേഷങ്ങളായ സിംഹാസനങ്ങളോട് കൂടിയതുമായ അവിടം അകിൽ പുകയാൽ ഇരുണ്ടതും ഹംസം പോലെ വെളുത്തതും അർച്ചിക്കപ്പെട്ട പൂക്കളാൽ വിചിത്രവും കാന്തിമയവും ആയിരുന്നു. കാമധേനുവിനെ പോലെ മനസ്സിന് ആഹ്ലാദം നൽകുന്നതും എല്ലാ സമ്പത്തിനും വിളനിലം പോലെ വിളങ്ങുന്നതുമായ ആ മണ്ഡപം ഹനുമാന്റെ ഹൃദയത്തെ അത്യധികം ആകർഷിച്ചു. ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥൈസ്തു പഞ്ചപഞ്ചവിരുത്തമേ തർപ്പയാമാസ മാദേവ തഥാ രാവണപാലിതാഃ.
രാവണരക്ഷിതമായ ആ മണ്ഡപം ഒരമ്മയെപ്പോലെ പഞ്ചേന്ദ്രിയങ്ങൾക്കും ഹൃദ്യവും ശ്രേഷ്ഠവുമായ അനുഭൂതി പകർന്ന് സംതൃപ്തി നൽകി. കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, നാക്ക് എന്നിവയാണ് പഞ്ചേന്ദ്രിയങ്ങൾ. അവ രൂപം, ഗന്ധം, ശബ്ദം, സ്പർശം, രസം എന്നിവയെ നമുക്ക് അനുഭവപ്പെടുത്തി തരുന്നു. അമ്മയുടെ സന്നിധിയിൽ ഒരു കുഞ്ഞിന് ഈ ദിവ്യമായ പഞ്ചേന്ദ്രിയാനുഭൂതി ലഭിക്കുന്നു. സദൃശമായ ഒരു അനുഭവം ഹനുമാന് ലഭിച്ചു. സ്വർഗോയം ദേവലോകോയം ഇന്ദ്രസ്യേയം പുരീ ഭവേത് ഗാന്ധർവീയം പുരീവാസ്യാദിത്യമന്യത മാരുതി. ഇത് സ്വർഗമാണോ ദേവലോകമാണോ ഇന്ദ്രനഗരിയോ ആയിരിക്കണം. ഇത് ഗന്ധർവപുരി ആയിരിക്കാനും വഴിയുണ്ട് എന്നെല്ലാം ഹനുമാൻ ആശങ്കിച്ചു. ഇന്ദ്രപുരിയാണ് അമരാവതി. തൻ്റെ സർവേന്ദ്രിയങ്ങളെയും സംതൃപ്തമാക്കുന്ന ദിവ്യമായൊരു അനുഭവം ഹനുമാനുണ്ടായി. അപ്പോൾ അത് രാക്ഷസ രാജധാനിയാണ് എന്ന കാര്യം തന്നെ മറന്നു. പ്രദ്യായ ദൈവാപശ്യ പ്രദീപം തത്ര കാഞ്ചനാൻ ധൂർത്താനിവ മഹാധൂർത്തേ ദേവനേന പരാജിതാൻ. ചൂതുകളിയിൽ പ്രഗത്ഭന്മാരാൽ തോൽപ്പിക്കപ്പെട്ട് ചിന്താധീനരും നിശ്ചേഷ്ടരുമായിരിക്കുന്ന അപ്രഗത്ഭരെ പോലെ, അതായത് പരാജിതരെ പോലെ സ്വർണ്ണ നിർമ്മിതങ്ങളായ വലിയ വിളക്കുകൾ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നത് ഹനുമാൻ അവിടെ കണ്ടു. ദീപാനാം ജ പ്രകാശേന തേജസാ രാവണസ്യ ജ അർച്ചിർഭൂഷണാനാം ജ പ്രദീപ്തേത്യഭ്യമന്യത. വിളക്കുകളുടെ പ്രകാശം, രാവണന്റെ തേജസ്, ആഭരണങ്ങളുടെ ശോഭാതിശയം എന്നിവയാൽ അവിടെ തീപിടിച്ച് ജ്വലിക്കുന്നുവോ എന്ന് ഹനുമാൻ വിചാരിച്ചു പോയി. തതോപശ്യത്കുദാസീനം നാനാവർണാംബരസ്രജം സഹസ്രം വരനാരീണാം നാനാവേഷവിഭൂഷിതം. പല നിറമുള്ള വസ്ത്രങ്ങളും മാലകളും അണിഞ്ഞ് വിവിധ വേഷങ്ങളോടെ രത്നകമ്പളങ്ങളിൽ കിടന്നിരുന്ന ആയിരക്കണക്കിനുള്ള സ്ത്രീരത്നങ്ങളെ ഹനുമാൻ കണ്ടു. പരിവൃത്തേതാരാത്രേ ധൂപാനനിദ്രാവശം ഗതം ക്രീഡിത്യോപരഥം രാത്രോ സുഷ്വാഭലവത്തത. രാത്രിയിലാകട്ടെ അർദ്ധരാത്രി വരെ രതികേളികളിൽ മുഴുകി ക്ഷീണിച്ചും മധുപാനത്താൽ മയക്കത്തിൽപ്പെട്ടും സ്ത്രീകൾ ഗാഢമായി ഉറങ്ങുകയായിരുന്നു. തത് പ്രസുപ്തം വിരുരുചേ നിശബ്ദാന്തരഭൂഷണം നിശബ്ദഹംസഭ്രമരം യഥാപവനം മഹത്. ആഭരണങ്ങളുടെ കിൽകിലാരവമില്ലാതെ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീജനങ്ങൾ ഹംസങ്ങളുടെയും വണ്ടുകളുടെയും ശബ്ദം ശമിച്ച വലിയ താമരപ്പൊയ്ക പോലെ ശോഭിച്ചു. തേൻ കുടിച്ചു മയങ്ങിയ വണ്ടുകൾ താമര അല്ലി തിന്നും. നീന്തിയും തളർന്ന അരയന്നങ്ങൾ ഇവ ഒരിടത്ത് അനക്കമില്ലാതെ ഇരിക്കും. താസാം സമൃദ്ധദന്താനി മീലിതാക്ഷാണി മാരുതി അപശ്യത് പത്മഗന്ധീനി പതനാനി സുയോഷിതാം. പല്ലുകൾ മൂടിയും കണ്ണുകൾ അടച്ചും കിടക്കുന്ന സ്ത്രീരത്നങ്ങളുടെ താമരപ്പൂമണമാർന്ന ദിവ്യമുഖങ്ങൾ മാരുതി കണ്ടു. ഉത്തമ സ്ത്രീകളുടെ ലക്ഷണമാണ് ഇവ. ഉറങ്ങുമ്പോൾ പല്ലു മൂടിയിരിക്കും, കണ്ണുകൾ പൂർണ്ണമായി അടച്ചിരിക്കും. താമരപ്പൂവിൻ്റെ നേർത്ത ഗന്ധം അവരിൽ നിന്ന് പുറപ്പെടും. പ്രബുദ്ധാനീവ പദ്മാനി താസാം ഭൂത്വാക്ഷമാക്ഷയേ പുനഃസമ്പ്രതപത്രാണി രാത്രാവിവ ബഭൂസ്തത. പകൽ നേരം വിടർന്നു നിന്ന് രാത്രി കൂമ്പിപ്പോയ താമരപ്പൂക്കൾ പോലെ അവരുടെ മുഖങ്ങൾ വിളങ്ങി. ഇമാനി മുഖപദ്മാനി നിയതം മത്തഷഡ്പദാഹ അംബുജാനീവ ഫുല്ലാനി പ്രാർത്ഥയന്തി പുനഃപുന. തേൻ കുടിച്ചു മതിച്ച വണ്ടുകൾ അവരുടെ മുഖം കണ്ട് വിടർന്നു നിൽക്കുന്ന താമരപ്പൂക്കളാണെന്ന് കരുതി സംശയം കൂടാതെ വീണ്ടും വീണ്ടും സമീപിക്കുന്നു. രാക്ഷസികൾ ഭീകരരൂപിണികളാണെന്ന് വിചാരിക്കരുത്. അവരിലും ഉത്തമ സ്ത്രീകളുണ്ട്. കൂടാതെ രാവണൻ പല ലോകങ്ങളിൽ നിന്നും സുന്ദരിമണികളെ പിടിച്ചുകൊണ്ടുവന്ന് ലങ്കയിൽ താമസിപ്പിച്ചിട്ടുമുണ്ട്. ഇതിവ മന്യത ശ്രീമാൻ ഉപപത്യ മഹാകവിഹി മേനേഹി ഗുണദസ്ഥാനി സമാനി സലിലോത്ഭവേഹി. ഇപ്രകാരം ഹനുമാൻ യുക്തി കണ്ടെത്തി. ആ സ്ത്രീമുഖങ്ങൾ യോഗ്യത കൊണ്ടും താമരകൾക്ക് തുല്യമാണെന്ന് തന്നെ അദ്ദേഹം നിശ്ചയിച്ചു. സാതസ്യ ശുശുഭേശാലാതാഭിസ്ത്രീഭിർവിരാജിത ശാരദീവ പ്രസന്നാദ്യോ താരാഭീരഭിശോഭിത. നക്ഷത്രങ്ങളാൽ പ്രകാശിക്കുന്ന നിർമ്മലമായ ശരൽക്കാല ആകാശം പോലെ ആ സ്ത്രീകളാൽ രാവണന്റെ ശയനാകാരം, അതായത് വിശാലമായ മണ്ഡപം വിളങ്ങി. മണ്ഡപത്തിൻ്റെ നൈർമല്യവും സ്ത്രീകളുടെ സൗന്ദര്യവും ഇവിടെ വ്യഞ്ജിപ്പിച്ചിരിക്കുകയാണ്. സചതാഭി പരിവൃത ശുശുഭേ രാക്ഷസാദിവ യഥാഹ്യുടുപതി ശ്രീമാം താരാഭീരഭിസംവൃത. സുന്ദരികളായ സ്ത്രീകൾ ചുറ്റുമിരിക്കുന്ന രാക്ഷസ രാജാവ് നക്ഷത്രമധ്യസ്ഥനായ ചന്ദ്രനെ പോലെ പ്രകാശിച്ചു. യാശ്ചവന്തേ പരാതാര പുണ്യശേഷ സമാവൃത ഇമാസ്ത സംഗത കൃഷ്ണ ഹിരിമേനേ ഹരിസ്തത. ശിഷ്ടപുണ്യത്തോടെ ആകാശത്തിൽ നിന്ന് താഴോട്ട് പതിച്ച നക്ഷത്രങ്ങളെല്ലാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നുവെന്ന് ആ സ്ത്രീകളെ നോക്കി ഹനുമാൻ വിചാരിച്ചു. താരാണാമിവ സുവ്യക്തം മഹദീനാം ശുഭാർച്ചിഷാം
പ്രഭാവർണപ്രസാദാശ്ച വിരേജുസ്തത്രയോഷിതാം. അവിടെ സ്ത്രീകളുടെ നിറവും കാന്തിയും പ്രസന്നഭാവവും സ്ഫുടമായി തിളങ്ങുന്ന നക്ഷത്രങ്ങളുടേതെന്ന പോലെ തോന്നിച്ചു. വ്യാവൃത്ത ഗുരുബീനസ്രപ്രകീർണവരഭൂഷണാഃ പാനവ്യായാമകാലേഷു നിദ്രാപഹൃതചേതസ. മധുപാനം ചെയ്ത് രതിസുഖസാരം അനുഭവിക്കുന്ന സ്ത്രീകളുടെ കണ്ഠങ്ങളിൽ അണിഞ്ഞിരുന്ന കൊണ്ടമാലകളും ആഭരണങ്ങളും ചിന്നിച്ചിതറിപ്പോയിരുന്നു. മാത്രമല്ല ആ സുഖമൂർച്ചയിൽ അവർ മതിമറന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. വ്യാവൃത്ത തിലകാ കാശ്ചിത് കാശ്ചിത് ഉത്ഭ്രാന്തനൂപുരാഃ പാർശ്വേകലിതാഹാരാശ്ച കാശ്ചിത് പരമയോഷിത. ഉത്തമ സ്ത്രീകളിൽ ചിലരുടെ തിലകം മാഞ്ഞുപോയിരുന്നു, ചിലരുടെ കാൽച്ചിലുമ്പ് ഊരിപ്പോയിരുന്നു, ചിലരുടെ മുത്തുമാലകൾ അരികിൽ തന്നെ അഴിഞ്ഞു കിടന്നിരുന്നു. മുക്താഹാരാവൃതാശ്ചാന്യാ കാശ്ചിത് ദിസ്രസ്തവാസസഃ വ്യാവൃത്തരസനാദാമ കിശോര്യ ഇവ വാഹിതാഃ. ക്ഷീണം തീർക്കാനായി മണ്ണിൽ കിടന്നുരുളുന്ന പെൺകുതിരകളെപ്പോലെ ചില സ്ത്രീകൾ സുരതപാരവശ്യം തീർക്കാൻ അവിടെ കിടന്ന് ഉരുണ്ടുകൊണ്ടിരുന്നു. മുത്തുമാലകൾ പൊട്ടിച്ചിതറിയവർ, ഉടുവസ്ത്രങ്ങൾ അഴിഞ്ഞുപോയവർ, അരഞ്ഞാൻ പൊട്ടിച്ചിതറിയവർ, അങ്ങനെ പലരെയും ഹനുമാൻ അവിടെ കണ്ടു. സുകുണ്ടലധരാശ്ചാന്യാവിച്ഛിന്ന മൃദിതസ്രജ ഗജേന്ദ്രമൃദിതാ പുല്ല ലതാ ഇവ മഹാവനെ. കൊടുങ്കാട്ടിൽ ആന ചവിട്ടി ചതച്ചിട്ട ശേഷവും പുഷ്പിച്ചിരിക്കുന്ന വള്ളി പോലെ രാവണന്റെ സുഖഭോഗങ്ങൾക്ക് അധീനരായ ചിലർ പൊട്ടിച്ചിതറിയ മാലകളോടുകൂടിയവരും ചിലർ നല്ല കുണ്ടലങ്ങൾ ധരിച്ചവരും ആയിരുന്നു. ചന്ദ്രാംശുകിരണാഭാശ്ചാഹാരാകാസാം ചിദുൽഖട ഹംസാ ഇവ ബഭൂസുപ്ത സ്തനമധ്യേഷു യോഷിതാം. ചില സ്ത്രീകളുടെ മുലത്തടങ്ങളിൽ നിലാവിൻ്റെ നിറപ്പൊലിമയുള്ള വൻമുത്തുകൾ കോർത്ത മാല കിടന്നിരുന്നത് ഉറങ്ങിക്കിടക്കുന്ന ഹംസങ്ങൾ പോലെ ശോഭിച്ചു. അപരാസാം ച വൈഡൂര്യാകാതംബ ഇവ ഭക്ഷിണ ഹേമസൂത്രാണി ജാന്യാസാം ചക്രവാക ഇവ ഭവൻ. ചില സ്ത്രീകളുടെ വൈഡൂര്യമാലകൾ മീൻകൊത്തി പക്ഷികൾ പോലെയും ചിലരുടെ പൊന്നൂലുകൾ ചക്രവാക പക്ഷികൾ പോലെയും വിളങ്ങി. ഹംസകാരണ്ഡവാകീർണ ചക്രവാകോപശോഭിതാഃ ആപകായിവതാരേജോർ ജഗനേ പുളിനേരിവ. മണൽത്തിട്ടുപോലുള്ള ജഗനങ്ങളോടുകൂടിയ സ്ത്രീകൾ അരയന്നം, മീൻകൊത്തി എന്നിവ തിങ്ങിയതും ചക്രഭാഗങ്ങളാൽ ശോഭിക്കുന്നതുമായ പുഴകൾ പോലെ പ്രകാശിച്ചു. അരയന്നം തുടങ്ങിയ പക്ഷികൾ അരയിലണിഞ്ഞിരിക്കുന്ന മുത്തുകൾക്ക് സദൃശമാണ്. കിങ്കിണീജാലസംഘാശാസ്ത ഭക്തകനകാംബുജ ഭാവഗ്രാഹായ ശസ്തീര സുപ്ത നദ്യ ഇവാ ബഭൂഹു. കാന്തിമത്തായ കിങ്ങിണി അരയിൽ ചാർത്തി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അവർ മുഖമാകുന്ന സുവർണ പത്മത്തോടും ശരീരത്തിലുള്ള നക്ഷത്രങ്ങളാകുന്ന മുതലകളോടും സൗന്ദര്യമാകുന്ന തീരങ്ങളോടും കൂടി നദികളെപ്പോലെ പ്രകാശിച്ചു. മൃദുശങ്കേഷു കാസാം ചേത് കുജാഗ്രേഷു ജ സംസ്ഥിതാഃ ബഭൂവോർഭൂഷണാനീവ ശുഭാഭൂഷണരാജയ. പ്രകാശിക്കുന്ന ആഭരണങ്ങളോടുകൂടിയ ചില സ്ത്രീകളുടെ മൃദുവായ അവയവങ്ങളിലും മുലക്കണ്ണുകളിലും പതിഞ്ഞിരുന്ന ഭംഗിയുള്ള ആഭരണങ്ങളുടെ പറ്റിച്ചേർന്ന് കിടന്ന പാടുകൾ ആഭരണങ്ങൾ എന്ന് തന്നെ തോന്നിച്ചിരുന്നു. അംശുകാന്താശ്ചകാംസാം ചേത് മുഖമാരുതകമ്പിതാഃ ഉപരുപരി വക്ത്രാണാം ധ്യാതുയന്തേ പുനഃപുന. ചില സ്ത്രീകളുടെ ശ്വാസത്താൽ ഇളകിക്കൊണ്ടിരുന്ന നേർത്ത നാനാവർണ്ണത്തിലുള്ള വസ്ത്രാഗ്രങ്ങൾ അവരുടെ മുഖങ്ങൾക്ക് മുകളിൽ വീണ്ടും വീണ്ടും പാറിപ്പറന്നുകൊണ്ടിരുന്നു. താഹ പതാകായിവോദ്ധൂതാപത്നീനാം രുചിരപ്രഭാഃ നാനാവർണ്ണ സുവർണാനാം വക്ത്രമൂലേഷു രേജിരേ. പല നിറത്തിലുള്ളവരും പലതരം ആഭരണങ്ങൾ അണിഞ്ഞിരുന്നവരുമായ രാവണപത്നിമാരുടെ മുഖങ്ങളിൽ കാറ്റേറ്റ് ഇളകിയ വസ്ത്രാഗ്രങ്ങൾ വിജയപതാക പോലെ പ്രകാശിച്ചു. സ്ത്രീകളുടെ വസ്ത്രങ്ങൾ പ്രതിഫലിച്ചിരുന്നതിനാൽ അവ വിവിധ വർണ്ണാഞ്ചിതങ്ങളായ കൊടിക്കൂറകളായിട്ട് ഇവിടെ കൽപ്പിച്ചിരിക്കുകയാണ്. വവൽ ഗുശ്ചാത്രകാസം ചേത് കുണ്ഡലാനി ശുഭാർച്ചിഷാം മുഖമാരുതം സംസർഗാൻ മന്ദം മന്ദം സുയോഷിതാം. അവിടെ നല്ല ദേഹകാന്തിയുള്ള ചില സ്ത്രീകളുടെ കർണാഭരണങ്ങൾ ശ്വാസവായുവേറ്റ് പതുക്കെ ഇളകിക്കൊണ്ടിരുന്നു. ശർക്കരാസവഗന്ധൈശ്ച പ്രകൃത്യ സുരഭിസുഖ താസാം വദന നിശ്വാസ ശിഷേവേ രാവണം ദദാ. അവരുടെ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന സുഗന്ധിയായ ശ്വാസവായു ശർക്കരയിൽ നിന്നെടുക്കുന്ന മദ്യത്തിൻ്റെ മണത്തോടുകൂടി സുഖമായി രാവണന് നേർക്ക് ചെന്നിരുന്നു. രാവണാനന സംഘാശ്ചാകാശ്ചിത് രാവണയോഷിത മുഖാനി യസപത്നീനാം ഉപാജിഘ്രൻ പുനഃ പുന. അത്യർത്ഥം
അത്യർത്ഥം സക്തമനസോ രാവണേധാവരസ്ത്രിയ അസ്വതന്ത്രാസപത്നീനാം പ്രിയമേവാചരം സ്തദാ. ആ ഉത്തമ നാരികൾ രാവണനോട് ഏറ്റവും സ്നേഹമുള്ളവരായതിനാൽ സ്വന്തം ഇഷ്ടത്തിന് വിരുദ്ധമായി സപത്നിമാരോട് പ്രിയമായി തന്നെ അപ്പോൾ പെരുമാറി. രാവണന്റെ അന്തപുരം സപത്നി മത്സരം നിരോധിത മേഖലയാണ്. സ്വതേ ഇഷ്ടമില്ലെങ്കിലും അത് മറച്ചുവെച്ച് പ്രിയം ഭാവിച്ചാലേ അവിടെ കഴിയാനൊക്കൂ എന്ന് സാരം. ബാഹോനോപനിധായാന്യാപാരിഹായ വിഭൂഷിതാൻ അംശുകാനി ജരമ്യാനി പ്രമദാസ്തത്ര ശിശിരേ. അവിടെ വേറെ ചില സ്ത്രീകൾ വളകളണിഞ്ഞ കൈകളും ഉടുവസ്ത്രങ്ങളും തലേണയായി വെച്ച് ഉറങ്ങിയിരുന്നു. മിക്കവരും ദിഗംബരകളായിരുന്നു. അന്യാവക്ഷതിജാന്യസ്യാസ്തസ്യാകാസ്തേത് പുനർഭുജം അവരാതൊംഗമനസ്യാസ്തസ്യാശ്ചാഭ്യപരാഭുജോ ഊരുഭാർഷകടീ പൃഷ്ടം മന്യോന്യസ്യ സമാശ്രിതാഃ പരസ്പര നിവിഷ്ടാംഗ്യോ മതസ്നേഹവശാനുക. വേറൊരു സ്ത്രീ മറ്റൊരുവളുടെ മാറിടത്തിലും പിന്നെ ഒരുവൾ മറ്റൊരുവളുടെ കയ്യിലും പിന്നൊരുത്തി മറ്റൊരുവളുടെ മടിയിലും വേറൊരുവൾ അവളുടെ തന്നെ കൈകളിലും അംഗങ്ങൾ ചേർത്ത് വെച്ച് കിടന്നിരുന്നു. മാത്രമല്ല സ്ത്രീകൾ തമ്മിൽ തമ്മിൽ തുടകൾ, പാർശ്വങ്ങൾ, അരക്കെട്ടുകൾ, പൃഷ്ഠഭാഗം എന്നിവ ഗാഢമായി ചേർത്തണച്ച് മദ്യലഹരി കൊണ്ടും രാവണനോടുള്ള സ്നേഹം കൊണ്ടും കെട്ടിപ്പിടിച്ചു കിടന്നിരുന്നു. തൻ്റെ പത്നിമാരുടെ സ്നേഹം ഇങ്ങനെ കാണുന്നതിൽ രാവണൻ സന്തോഷിച്ചിരുന്നു എന്ന് താല്പര്യം. മാത്രമല്ല മദ്യലഹരി മൂലം സ്ത്രീകൾ അടുത്തുള്ളവരുടെ ശരീരത്തിലേക്ക് സ്വന്തം അംഗങ്ങൾ വാരി വലിച്ചിട്ടിരുന്നു. ആൺപെൺ വ്യത്യാസം നോക്കിയിരുന്നില്ല. അന്യോന്യസ്യാംഗ സംസ്പർശ പ്രിയമാണാസു മധ്യമാഹ ഏകീകൃതഭുജ സർവ സുഷുപ്തുസ്തത്ര യോഷിത. നല്ല അരക്കെട്ടുള്ള സുന്ദരികളായ സ്ത്രീകൾ സന്തോഷപൂർവ്വം പരസ്പരം കെട്ടിപ്പിടിച്ച കൈകൾ കോർത്തുകൊണ്ട് ഉറങ്ങിയിരുന്നു. അന്യോന്യ ഭുജസൂത്രേണ സ്ത്രീമാലാഗ്രഥിതാഹിസ മാലേവ ഗ്രഥിത സൂത്രേ ശുശുഭേ മത്തഷഡ്പദ. പരസ്പരം കോർത്തുപിടിച്ച കൈകളാകുന്ന ചരടിൽ ചേർത്ത് ഇണക്കിയ ആ സ്ത്രീ സമൂഹം നൂലിൽ കോർത്തതും മത്തം ഭ്രമരങ്ങൾ ഇണങ്ങിയതുമായ പൂമാല പോലെ ശോഭിച്ചു. വധിച്ച വണ്ടുകൾക്കും തലമുടിക്കും സാദൃശ്യം. രഥാനാമാധവേ മാസി പുല്ലാനാം വായുസേവനാത് അന്യോന്യമാലാഗ്രഥിതം സംസക്ത കുസുമോച്ഛയം വ്യതിവേഷ്ടിത സുസ്കന്ധം അന്യോന്യഭ്രമരാകുലം ആസീയുധന വിവോദൂതം ശ്രീവനം രാവണസ്യ തത്. വസന്തത്തിൽ പൂവിട്ട് തമ്മിൽ കെട്ടിപ്പടർന്നു പിടിച്ച വള്ളികളോടുകൂടിയതും കാറ്റേറ്റ് ഇളകുന്നതുമായ ഒരു പൂങ്കാവനം പോലെ രാവണന്റെ അന്തപുരത്തിലെ നാരീ സമൂഹം കാണപ്പെട്ടു. നിറയെ പുഷ്പിച്ച് അഗ്രഭാഗങ്ങൾ കെട്ടിപ്പണഞ്ഞു നിൽക്കുന്ന വള്ളികൾ, വിടർന്ന പുഷ്പങ്ങളിൽ മാറി മാറി പറന്നു ചെന്നിരുന്ന് തേൻ കുടിക്കുന്ന വണ്ടുകൾ, പൊട്ടിത്താഴ്ച വളർന്ന് തമ്മിൽ ചുറ്റിയ വള്ളിത്തലപ്പുകൾ, കാറ്റേറ്റ് ഇളകുന്ന ഇത്തരമൊരു ഉദ്യാനത്തോടാണ് രാവണന്റെ അന്തപുരത്തിലെ സ്ത്രീകളെ ഇവിടെ സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത്. അവർ കൈകോർത്ത് പിടിച്ചിരിക്കുന്നു, കഴുത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു, ശരീരങ്ങൾ തമ്മിലും കെട്ടിപ്പണഞ്ഞിരിക്കുന്നു. വണ്ടിനിര പോലുള്ളതാണ് അവരുടെ കേശഭാരം. ഉചിതേഷ്വഭിസുവ്യക്തം നദാസാം യോഷിതാം തഥാ വിവേകശക്യ ആദാതും ഭൂഷണാംഗാംബരസ്രജാം. അപ്പോൾ ആ സ്ത്രീകളുടെ ആഭരണം, അവയവങ്ങൾ, വസ്ത്രങ്ങൾ, മാലകൾ എന്നിവ യഥാസ്ഥാനങ്ങളിലായിരുന്നു. മദ്യപാനത്തിനും രതി കേളിക്കും മുമ്പ് എന്നാൽ ഇപ്പോൾ അവ ഇന്നാളുടേതെന്ന് എന്നറിയാൻ സാധിച്ചിരുന്നില്ല. അഴിഞ്ഞുകിടക്കുന്ന വസ്ത്രങ്ങൾ, മാലകൾ, നാലുപാടും അലസമായി വലിച്ചിട്ടിരിക്കുന്ന കൈകാലുകൾ, അതിനുമീതെ മറ്റൊരാളുടേത് എങ്ങനെ തിരിച്ചറിയാനാവും? രാവണേ സുഖസംഭിഷ്ടേ താഹ ശ്രീയോ വിവിധ പ്രഭാഹ ജ്വലന്തകാഞ്ചനാദീപ പൈഷന്താ നിമിഷായിവ. കത്തുന്ന സ്വർണ്ണദീപങ്ങൾ കണ്ടാൽ രാവണ സുഖമായി ഉറങ്ങുന്ന സന്ദർഭത്തിൽ സുന്ദരിമാരായ സ്ത്രീകളെ അത് കണ്ണടയ്ക്കാതെ ശ്രദ്ധാപൂർവം നോക്കിയിരിക്കുകയാണോ എന്ന് തോന്നും. അവരെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് തൻ്റെ ചുമതലയാണെന്ന ഭാവം വിളക്കിൻ്റെ നോട്ടത്തിൽ ഉണ്ടോ എന്ന് തോന്നും എന്ന് സാരം. രാജശ്രീപുദൈത്യാനാം ഗന്ധർവാണാം ജയോഷിത രക്ഷതാം ചാഭവൻ കന്യ തസ്യ കാമവശം ഗതാഹ. രാജാക്കന്മാർ, മഹർഷിമാർ, ഋതുദേവതമാർ, ദൈത്യന്മാർ, ഗന്ധർവന്മാർ എന്നിവരുടെ കന്യകകളും രാക്ഷസ സ്ത്രീകളും രാവണന്റെ കാമത്തിന് വഴങ്ങിപ്പോയിരുന്നു. രത്നഹാരീതു പാർത്ഥീവ എന്നാണ് പ്രമാണം. ലോകത്തിലെ എല്ലാ വിശിഷ്ട വസ്തുക്കളും രാജാവിന് അവകാശപ്പെട്ടതാണ്. യുദ്ധകാമേന സർവ രാവണേന ഹൃദാ സ്ത്രീയ സമതാമദനേനൈവ മോഹിതാകസ്ഥിതാഗതാഹ. ആ സ്ത്രീകളെയെല്ലാം യുദ്ധരസികനായ രാവണൻ അപഹരിച്ചു കൊണ്ടുവന്നതാണ്. അതിൽ യൗവന മതം മുറ്റിയ ചിലർ കാമമോഹിതകളായി സ്വയം രാവണ സമീപം വന്ന് ചേർന്നവരാണ്.
ന തത്ര കാശ്ചിത് പ്രമദ പ്രസഹ്യ വീര്യോപപന്നേന ഗുണേന ലബ്ധ ന ചാന്യകാമാപി ന ചാന്യപൂർവ വിനാവരാഹാം ജനകാത്മജാം തു. സ്ത്രീരത്നമായ ജനകപുത്രിയെ ഒഴിച്ച് മറ്റ് സ്ത്രീകൾ വീരപരാക്രമാദി ഗുണങ്ങളാൽ രാവണന് ലഭിച്ചവരാണ്, അതായത് സ്വയം വന്നവരാണ് എന്നർത്ഥം. കവിത വനിത ജൈവസ്വയമേവാഗതാപര. കവിതയും വനിതയും സ്വയമേ വന്നു ചേരുന്നതാണ് ഉത്തമം. ഇഷ്ടമില്ലാതെ ബലാത്കാരമായി ഒരാളെയും കൊണ്ടുവന്നിട്ടില്ല. മറ്റൊരാളെ കാമിച്ച സ്ത്രീയും ആ കൂട്ടത്തിലില്ല. മുമ്പ് മറ്റൊരുവനെ ഭർത്താവായി സ്വീകരിച്ചവളും ആ അന്തപുരത്തിൽ ഇല്ല. പരസ്ത്രീയെ പാവയായി എണ്ണുക എന്നതാണ് ധർമ്മം. അന്യൻ്റെ പത്നിയെ വീക്ഷിക്കരുത്. ന ചാകുലീന ന ജഹീന രൂപ ന ദക്ഷിണാനുപചാരയുക്ത ഭാര്യാഭവത്തസ്യ ന ഹീനസത്വ ന ചാപികാന്തസ്യ ന കാമനീയ. രാവണന്റെ പത്നികളിൽ കുലീന അല്ലാത്തവളോ സുന്ദരിയല്ലാത്തവളോ അറിവില്ലാത്തവളോ ഐശ്വര്യമില്ലാത്തവളോ ഉപചാരയോഗി അല്ലാത്തവളോ ഭർത്താവ് ആഗ്രഹിക്കത്തക്ക ഗുണങ്ങളില്ലാത്തവളോ ആയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. കുലീന കുലജാതകളായിരുന്നു പത്നിമാര്. എല്ലാ വിശിഷ്ട ഗുണങ്ങളും അവർക്കുണ്ടായിരുന്നു താനും. എന്നിട്ടും പരസ്ത്രീയായ സീതയിൽ രാവണൻ എങ്ങനെ അഭിനിവേശം ഉദിച്ചു എന്നതാണ് അത്ഭുതം. രാക്ഷസ വംശനാശം സംഭവിക്കാനുള്ള വഴിയായി അത് എന്ന് ചുരുക്കം. ബഭൂവാ ബുദ്ധിസ്തു ഹരീശ്വരസ്യ യദീദൃശീ രാഘവധർമ്മപത്നി യമായതാ രാക്ഷസരാജ്യഭാര്യ സുജാതമസ്യേതി സാധുബുദ്ധേഹേ. രാക്ഷസരാജാവിൻ്റെ ഭാര്യമാരായ ഇവരെ പോലെ രാഘവന്റെ ധർമ്മപത്നിയായ സീതയും തൻ്റെ ഭർത്താവിനോട് ചേരാൻ ഇടയായ തനിക്ക് ജന്മസാഫല്യം നിശ്ചയം എന്നൊരു ചിന്ത ഉത്തമ ബുദ്ധിയായ ഹനുമാന് ഈ അവസരത്തിൽ ഉണ്ടായി. പരിശുദ്ധമായ അനുരാഗം രാവണപത്നിമാർക്ക് രാവണനോട് ഉണ്ടായിരുന്നു. ഭർത്താവിൻ്റെ ദോഷങ്ങൾ അവർ കണ്ടില്ല, കേട്ടില്ല. ഗുണങ്ങൾ മാത്രമേ അവരുടെ മനസ്സിൽ നിറഞ്ഞു വന്നുള്ളൂ. വിരഹിണിയായ സീത ഇതേപോലെ രാമനോടൊന്നിച്ച് സന്തോഷത്തോട് ജീവിക്കുന്ന രംഗമാണ് ഹനുമാൻ വിഭാവന ചെയ്യുന്നത്. താൻ നിമിത്തം അത് സാധിച്ചാൽ ജന്മസാഫല്യമായി എന്ന് ഹനുമാൻ കരുതുന്നു. പുനശ്ചോ ചിന്തയാർത്ഥരൂപോ ധ്രുവം വിശിഷ്ട ഗുണദോ ഹി സീത അധായമസ്യാം കൃതവാൻ മഹാത്മാ ലങ്കേശ്വര കഷ്ടമനാര്യകർമ്മ. സീത സൽഗുണങ്ങളെല്ലാം തികഞ്ഞ ഉത്തമ സ്ത്രീയാണ്, സംശയമില്ല. മഹാത്മാവും ലങ്കേശ്വരനുമായ രാവണൻ സീതയോട് അനാര്യകർമ്മമാണ് ചെയ്തത്, കഷ്ടം എന്ന് വീണ്ടും ഹനുമാൻ ദുഃഖിതനായി ചിന്തിച്ചു. രാവണപത്നിമാർ ഭാര്യമാരോടുകൂടി സുഖമായിരിക്കുന്നത് പോലെ രാമപത്നിയും പ്രീതമനോടുകൂടി ഇരിക്കുമെങ്കിൽ തൻ്റെയും രാവണൻ്റെയും ജന്മം സഫലമായി എന്ന് ഹനുമാൻ ചിന്തിക്കുന്നു. തൻ്റെ പ്രവൃത്തി തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് സീതയെ തിരികെ രാമന് സമർപ്പിച്ചാലേ രാവണന് ജന്മസാഫല്യം ലഭിക്കുകയുള്ളൂ എന്ന് ശത്രുഹിതം കൂടി ആഗ്രഹിക്കുന്ന സൽബുദ്ധിയായ ഹനുമാന് ഒരു ചിന്ത ഉദിച്ചു. ഇത്യാശ്രേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ സുന്ദരകാണ്ഡേ നവമ സർഗ 9ാം സർഗം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.